നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബോണ്ടസ് ലീഗിൽ ഇത് വല്ലാത്തൊരു മാച്ച് ഡേയാണ്. വമ്പന്മാരൊക്കെ പൊട്ടിയിരിക്കുന്നു. ബയേൺ മ്യൂണിക്കും ബയർ ലെവർക്യൂസനും ബൊറൂസിയ ഡോട്ട്മുണ്ടും ഒക്കെ പൊട്ടിയിരിക്കുന്നു. നോക്കുക, ബയർ ലെവർക്യൂസൻ വേർഡർ ബ്രെമനോട് 2-0 പരാജയപ്പെടുന്നു. ഇത് ബയർ ലെവർക്യൂസൻ്റെ മാർച്ച് 2023 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ ഉള്ളി സെക്കൻഡ് ഹോം ഡിഫീറ്റാണ്. ബൊറൂസിയ ഡോട്ട്മുണ്ട് ഓക്സ്ബർഗിനോട് ഏകപക്ഷീയമായ 1 ഗോളിന് തോറ്റിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തേർഡ് ഹോം ഡിഫീറ്റാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിന് ബുണ്ടസ് ലീഗയിൽ ഈ സീസണിലെ 3ാമത്തെ ഹോം ഡിഫീറ്റാണ്. ബയേൺ തോറ്റതാവട്ടെ ബോഹത്തിനോടാണ്. ബോഹം 2-3 ആ ഒരു തോൽവി വരുന്നത്. ഓൺലി ദി സെക്കൻഡ് ഹോം ഡിഫീറ്റ് ഓഫ് ബയേൺ സിൻസ് മാർച്ച് 2024. ഈ സീസണിൽ തന്നെ ബയേണിൻ്റെ 2ാമത്തെ മാത്രം തോൽവിയാണിത്. പക്ഷേ ഈ തോറ്റത് ആരോടാ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VfL ബോഹം എന്ന് പറയുന്ന ടീം റെലഗേഷൻ പ്ലേ ഓഫിൽ നിൽക്കുന്ന ടീമാണ്. അതായത് 18 ടീമുകളുള്ള ബുണ്ടസ് ലീഗയിൽ ഇപ്പോൾ ഈ വിജയം കൊണ്ട് അവർക്ക് 25 കളികളിൽ നിന്ന് 20 പോയിൻ്റായിട്ട് 16ാം സ്ഥാനത്ത് മാത്രമാണ് അവരുള്ളത്. അങ്ങനെയുള്ളൊരു ടീമിനോടാണ് ഈ സീസണിൽ ഇതുവരെ 1 കളി മാത്രം തോറ്റിരുന്ന ടീം തോറ്റതിപ്പോൾ 2 കളി തോറ്റ അവസ്ഥയിലായി. ഇത് കളിയിൽ 14ാമത്തെ മിനിറ്റിൽ ഗൊറീറോയിലൂടെ ബയേൺ മ്യൂണിക്ക് ലീഡ് എടുത്തതാണ്. 28ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്നെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ബോഹം പിന്നീട് തിരിച്ചടിച്ചു. മേടിച്ച് 31ാമത്തെ മിനിറ്റിൽ ഗോളടിക്കുന്നു. പലീഞ്ഞയ്ക്ക് അതിനുശേഷം റെഡ് കാർഡ് കിട്ടി. 2ാം പകുതിയിൽ സിസോക്കോയും ബെറോയും കൂടി ഗോളടിച്ചപ്പോൾ 2-3 VfL ബോഹം വിജയിച്ച് കയറുകയായിരുന്നു. ബയേൺ മ്യൂണിക്ക് 2-3 തോൽവി ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ബയേൺ തോൽക്കുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ വീഡിയോ? ബയേൺ തോൽക്കുമ്പോഴാണ് അത് വാർത്തയാവുന്നത്. സീസൺ എല്ലാ കളിയും ജയിച്ചു പോകുന്ന ടീമാണ്. ആകെ 2ാമത്തെ മാത്രം തോൽവിയാണിത്. അപ്പോൾ തോൽക്കുമ്പോഴാണ് വാർത്തയുണ്ടാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ബയേണിന് വിജയം എന്നൊക്കെയുള്ളതൊരു സാധാരണ കാര്യമാണ്. പ്രത്യേകിച്ച് ബുണ്ടസ് ലീഗയിൽ 25 കളികളിൽ നിന്ന് 61 പോയിൻറ്റോടെ ബയേൺ തന്നെയാണ് ഇപ്പോൾ ബുണ്ടസ് ലീഗിൽ 1ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.